റേഷൻ അരി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റേഷൻ അരി 1.5 കിലോ റേഷൻ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റേഷൻ അരിയാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് അരി വേവിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ അരി വേവിക്കില്ലേ, അതുമാതിരി തന്നെ കലത്തിൽ വെള്ളം എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അരി വേവിച്ച അരി നമ്മൾ കോരിയെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അളവില്ല. നമ്മൾ നോർമൽ അരി വേവിക്കാനുള്ള വെള്ളം കലത്തിലെടുക്കുക. ഇനി ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ ഡ്രൈ സ്പൈസസ് ഇടുന്നത്. ഞാനിതിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. പൈനാപ്പിൾ എസൻസ് നമ്മളിവിടെ അത്യാവശ്യം നന്നായിട്ട് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഷൻ അരിയുടെ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് ബിരിയാണിക്ക് നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അധികമായിട്ട് കഴിക്കരുത്, അത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വെള്ളം ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നൊരു പരുവെത്തുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് അരി ഇടുന്നത്. ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൽ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിടുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് അരി ഇടുകയാണ്. അരി ഇട്ടിട്ട് അത് പാത്രം മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറേ നേരം ഇട്ട് തിളപ്പിക്കണ്ട, അരി വെന്ത് ഭയങ്കരമായി പോകും. നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വേവ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വേവിന് കുറച്ച് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബിരിയാണിക്ക് രസം ഉണ്ടാവുള്ളൂ. നമ്മൾ ചോറിന് എടുക്കുന്ന അത്ര വേവ് എടുക്കരുത്, ഒരു പൊടി കുറച്ച് വേവ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വേവ് നോക്കുക. ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് ചതഞ്ഞു പോകുന്ന പോലെ എടുക്കരുത്. കുറച്ച് വേവ് കുറച്ചിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ബിരിയാണിക്ക് രസം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വെന്ത് വന്ന് നമ്മൾ അടുപ്പത്തു നിന്ന് ഇറക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ കഞ്ഞിവെള്ളത്തിൽ നിന്ന് അതെടുത്ത് മാറ്റി പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് മുകളിലൂടെ ഒഴിച്ച് അതിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കണം. എന്നാൽ മാത്രമേ അത് പറ്റി പിടിക്കാതെ കൂടുതൽ വെന്ത് പോവാതെയും കറക്റ്റ് നമുക്ക് വേവിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി പോട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പോട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത്. എനിക്കിവിടെ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഡാൽഡ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യിനേക്കാളും രസം വരുന്നത് ഈ ബിരിയാണിക്ക് രസം വരുന്നത് ഡാൽഡ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിവിടെ ഡാൽഡ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് സബോളയാണ് ആഡ് ചെയ്യുന്നത്. അത് സബോള നന്നായിട്ട് കനം കുറച്ചരിയണം, എന്നാൽ മാത്രമേ നമുക്ക് ബിരിയാണിക്ക് രസം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഒക്കെ അളവുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളത് നോക്കുക. ഇത് ഞാൻ ഇത്രയും സവോള എടുത്തിരിക്കുന്നത്, നമ്മളിതിൽ വേറെ കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബിരിയാണിക്ക് നല്ലൊരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര സവോള എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 7 സവോളയുണ്ട്. ഒരു 3 വലിയ സവോളയും പിന്നെ 4 ചെറിയ സവോളയും അങ്ങനെ എടുത്തിരിക്കുന്നത്. നല്ല കനം കുറച്ച് അരിയണം, എന്നാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല വലിയ പച്ചമുളക് 3 എണ്ണം അത് നടു കീറിയിട്ട് അരിഞ്ഞത്, അതാണ് ഞാൻ ഇടുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുപോലെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിട്ട്
ഇതിലിപ്പോൾ സവോള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ക്യാരറ്റ് ആഡ് ചെയ്യണം. ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ്, അല്ലെങ്കിൽ ഒരു ഇടത്തരം വലിപ്പം ഉള്ള ഒരു 4 ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ക്യൂബ് സൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം, ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഞാൻ ക്യാരറ്റ് മാത്രമേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നുള്ളൂ. ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഡാൽഡ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് ഡാൽഡ ആഡ് ചെയ്യുക. കാരണം ഇത് അതിൽ കിടന്നിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ മാറി വരണം, എന്നാലാണ് അതിൻ്റെ രസം വരുന്നത്. ഇവിടെ ഞാൻ ഡാൽഡ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഡാൽഡ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും രസം ഡാൽഡ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നെയ്യ് അധികം അങ്ങോട്ട് വേണ്ട, വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഇനി മസാലയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ അരിയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് വേണം മസാലയ്ക്കുള്ള ഉപ്പിടുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരണം, ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വഴന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരണം, അപ്പോഴാണ് രസം ശരിക്കും വരിക. ഇനി ഈ മസാലയ്ക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ്, പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഇത്ര ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത്, ഇതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്ര ഇത് വഴന്നാൽ മതി. ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇട്ട് വെക്കരുത്, അത് കരിയും, അടിപിടിക്കില്ല, കരിയും. അപ്പോൾ കരിച്ചെടുക്കരുത്, ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇത് അടിയിൽ നന്നായിട്ട് ഇങ്ങനെ പരത്തിയിടുക. അതിൻ്റെ മുകളിലാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. ദമ്മി എന്ന പോലെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ ഇട്ടിട്ട് ശേഷം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ല തീയിൽ 3 മിനിറ്റ്, കൂടുതൽ നേരം വയ്ക്കരുത്, കരിഞ്ഞു പോകും. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ ഈവനായിട്ട് പരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കോരി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കുമ്പോൾ ഈവനായിട്ട് എല്ലാ സൈഡിലേക്കും ഒരുപോലെ അരി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മളിത് മിക്സ് ചെയ്യരുത്, ഇതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. ദമ്മി ചെയ്യുന്ന പോലെ തന്നെ അരി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് പിന്നെയും കുറച്ച് സമയം കൂടെ വെക്കുന്നുണ്ട്. നമ്മുടെ അരി നമ്മൾ കറക്റ്റ് വേവാക്കി എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സമയം നമ്മൾ വെക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഈവനായിട്ട് ഇങ്ങനെ പരത്തിയിട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഇത് തുറന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക, പതുക്കെ മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റേഷൻ അരി കൊണ്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും സവോളയും മാത്രം ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.